SLC പബ്ലിക് എക്സാം ബയോളജിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. എന്താണ് രക്തം കട്ടപിടിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെക്കാനിസം ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ബ്ലഡ് അസ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് പത്തോജൻ. എന്താണ്? രോഗാണുക്കളുടെ പ്രവേശനത്തെ തടുക്കാനായിട്ടുള്ള എന്താണ് ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് അല്ലേ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ഓവറായിട്ട് ബ്ലഡ് ഇപ്പോൾ ഒരു മുറിവ് വന്നു, ആ ഒരു മുറിവ് വന്നപ്പോൾ ബ്ലഡ് ഒത്തിരി പോവും. ആ ഒരു ബ്ലഡിനെ അവിടെ വെച്ച് നിർത്താനായിട്ടാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന ആ ഒരു മെക്കാനിസം അവിടെ വർക്കാവുന്നത്. ഇപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ആൻ ഇഞ്ചുറി ഓക്കേസ് ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ ദ പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ് ടിഷ്യൂസ് അറ്റ് ദ സൈറ്റ് പ്രൊഡ്യൂസ് ആൻ എൻസൈം കാർഡ് ത്രോംബോപ്ലാസ്റ്റിൻ. അവിടെ ഒരു എൻസൈം ഉണ്ടാകും, അതാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്നൊരു എൻസൈം അവിടെ ഉണ്ടാവും. അതെന്താണ്? അത് ത്രോംബിനാക്കി മാറ്റും. ത്രോംബിനാക്കി മാറ്റുന്നത് ആരാണെന്ന് ചിലപ്പോൾ ഒന്ന് ചോദിക്കാം. ത്രോംബിനാക്കി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ്. തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ത്രോംബിനാക്കി മാറ്റിയിട്ട് പിന്നെന്ത് ചെയ്യും? അവിടെ വേറൊരു ഇനാക്റ്റീവ് പ്രോട്ടീൻ ഉണ്ട്. ഇനാക്റ്റീവ് പ്രോട്ടീൻ എന്ന വാക്കൊരിക്കലും മറന്നു പോകല്. അവിടെ ഇനാക്റ്റീവ് പ്രോട്ടീൻ ഫൈബ്രിനോജൻ എന്നൊരു ഇനാക്റ്റീവ് പ്രോട്ടീൻ അവിടെ ഉണ്ട്. അതെന്തോ ചെയ്യും? ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറും. അത് ഈ ത്രോബിനെ എന്തോ ചെയ്യും? ഇനാക്റ്റീവ് പ്രോട്ടീനായ ഫൈബ്രിനോജനാക്കി മാറ്റും. ആ ഒരു ഫൈബ്രിൻ ഫൈബേഴ്സ് ആയിട്ട് മാറും. ഈ ഒരു ഫൈബ്രിൻ ഫൈബേഴ്സ് ഒരു കോട്ടി അല്ലെങ്കിൽ ഒരു സ്പൈഡർ, ഒരു ചെലന്തി വല പോലെ പറ്റിക്കിടക്കും. അവിടെ എന്തോ ചെയ്യും? ബ്ലഡുകൾ വന്നെന്തോ ചെയ്യും? ക്ലോട്ട് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ട്രാപ്പായി കിടക്കും. അതാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യാണ്. ആരും ഒരു ക്വസ്റ്റ്യാണ് എഴുതി തന്നേക്കുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. ചിത്രീകരണം തിരിച്ചറിയുക. രക്തബോപ്ലാസിൻ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം ഏത്? പിന്നെന്താണ്? ഫ്ലോ ചാർട്ട് XY പൂർത്തിയാക്കുക. ഒരു ഫ്ലോ ചാർട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻ എന്തായാലും ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രാവശ്യത്തെ എക്സാമിന് എന്തായാലും ബ്ലഡ് ക്ലോട്ടിങ് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത്. ബ്ലഡ് ക്ലോട്ടിങ് പഠിക്കാതെ പോയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യനും ഉണ്ട്. അതുപോലെ തന്നെ അതാണ് ഫാഗോസൈറ്റോസിസ് എന്നൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചിലപ്പം കാണാം. ഫാഗോസൈറ്റോസിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നൊരു ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ. ഏതാണ് ഇല്ലസ്ട്രേഷൻ? ഫാഗോസൈറ്റോസിസ്. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈസോസോം ഇൻ ദിസ് ഇല്ലസ്ട്രേഷനിലെ ലൈസോസോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഒരു ലൈസോസോമും ഫാഗോസോമും കൂടെ ചേർന്നിട്ടാണ് ഫാഗോലൈസോസോം ഉണ്ടാകുന്നത്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. അടുത്താണ് നെയിം ദ 2 ബ്ലഡ് സെൽസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 2 ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബ്ലഡ് സെൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫാഗോസൈറ്റോസിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തജൻ. വെള്ള രക്താണുകോശങ്ങൾ അവയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്നത് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഓർത്തിരിക്കേണ്ടതാണ് ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റോസിസ്. ആ ഫാഗോസൈറ്റോസിസ് ന്യൂട്രോഫിലും മോണോസൈറ്റുകളുമാണ് ഇവിടുത്തെ ഫാഗോസൈറ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട 2 ഘടകമാണ്. ഈ നാളത്തെ എക്സാമിന് ഇതിൽ 2 ഏതെങ്കിലും ഒന്നായിരിക്കും കാണാൻ പോകുന്നത്. 2 കാണത്തില്ല, 2 ഏതെങ്കിലും ഒന്ന്.